പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ നവ്യയും നയനയും കൂടി അനന്തപുരി വന്നിട്ട് അജയൻ്റെ അടുത്ത് പറയുകയാണ്, നന്ദു നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദുവിനെ അവിടെ വെച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എന്താ കാര്യമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പോലീസ് ഒന്നും പറഞ്ഞില്ല, സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയാമെന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന്. ഞങ്ങൾ ഒരുപാട് ചൂടാവുകയും പറയുകയൊക്കെ ചെയ്തെങ്കിൽ അവരൊന്നിനും കൂട്ടാക്കിയില്ല. അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവളെ ആരോ ചതിച്ചതാണ്, അവൾക്ക് നാളെ പോലീസ് ട്രെയിനിങ്ങിൽ പോവേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ആ സങ്കടമാവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവയാനി അനാമികയും കൂടി വരികയാണ്. എന്നിട്ട് അനാമിക പറയുകയാണ്, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതെന്ന്. അജയൻ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, മോളെ ഈ സമയത്ത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന്. അപ്പോൾ അനാമിക മിണ്ടാതെ നിൽക്കുകയാണ്. ദേവയാനിക്ക് നല്ല സങ്കടമാവുകയാണ് ഞാൻ കരയുന്ന കാണുമ്പോൾ. അപ്പോൾ അജയൻ പറയുകയാണ്, ഞാൻ ആദർശിനെയും ജയേട്ടനെയും അച്ഛനെയൊക്കെ വിളിച്ച് പറയാം. അച്ഛൻ ഇപ്പോൾ സ്ഥലത്തില്ലാതായതാണ് ആകെ കുഴപ്പമായത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നയന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ യാത്രയിലല്ലേ, അതുകൊണ്ട് മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന്. അപ്പോൾ അജയൻ പറയുകയാണ്, ഞാൻ ജയേട്ടനെയും ആദർശിനെയൊക്കെ വിളിച്ച് പറയാമെന്ന്. കാര്യം പറയാൻ നമുക്ക് എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷപ്പെടുത്താൻ, എന്തായാലും നന്ദു തെറ്റൊന്നും ചെയ്യത്തില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ അജയൻ പറയുന്ന കേൾക്കുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു, അവളെ പോലീസ് കൊണ്ടുപോയ സമയത്ത് എൻ്റെ ശരീരം ആകെ തളർന്നു പോയി, എനിക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് ഞാൻ തളർന്നു പോയി, ആകെ വിഷമമായെന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആകെ തളർന്നു പോയി എന്ന് പറഞ്ഞ് ഞാൻ സോഫയിലേക്ക് ഇരിക്കുന്ന കാണുമ്പോൾ ദേവയാനിക്ക് ആകെ സങ്കടമാവുകയാണ്. ഞാൻ തളർന്നിരിക്കുന്ന കാണുമ്പോൾ ശേഷം അജയനാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, ഈ സമയത്ത് ഏട്ടത്തി പകയും വിദ്വേഷവും ഒന്നും വെച്ച് കാണിക്കരുത്, ഇങ്ങനെ പെരുമാറുകയും ചെയ്യരുത് നയനിയുടെ അടുത്തെന്ന്. എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അനാമികയ്ക്ക് ആകെ ഇഷ്ടമാകുന്നില്ല. എന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു, അവൾ നേരത്തെയും ആളുകളെയൊക്കെ തല്ലിക്കൊണ്ടിരുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും തല്ലി കേസിൽ അവളെ പെടുത്തിയതായിരിക്കും, അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത പോലീസ് അങ്ങനെയൊന്നും പിടിച്ചോണ്ട് പോകത്തില്ല എന്ന്. അങ്ങനെയുള്ളവരെയൊക്കെ എന്തിനാ അച്ഛാ രക്ഷിക്കുന്നതെന്ന് ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ, അപ്പോൾ അനാമിക ഇങ്ങനെ പറയുന്ന അജയന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അജയൻ പറയുകയായിരുന്നു, നിനക്ക് നന്ദുവിനോടുള്ള ഇഷ്ടക്കേട് എനിക്ക് എന്താണെന്നറിയാം, അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന്. ഒരിക്കൽ നിന്നെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയ നന്ദുവാണ് നിന്നെ വന്ന് രക്ഷപ്പെടുത്തിയത് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയണ, അതിൽ പിന്നെ നിങ്ങളൊക്കെ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുകയാണ്, അങ്ങനെ സംശയം ഉള്ളിലുള്ളവർ അങ്ങനെ സംശയം വെച്ച് സംസാരിച്ചാൽ മതി, ഇവിടെ ഓരോരുത്തർ ചെയ്യുന്ന എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന്. ഇത് കേൾക്കുമ്പോൾ അനാമിക താനെ വായടക്കുകയാണ്. അതിനുശേഷം ദേഷ്യത്തിൽ അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ദേവയാനി ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മോളുടെ സങ്കടം കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന്. എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിക്കണമെന്ന് ഒറ്റ ഉദ്ദേശമേ ദേവയാനിക്കുള്ളൂ. അതിനുശേഷം അനാമിക ആണെങ്കിൽ പോയി വേണുവിനെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് വേണു ഫോണും എടുക്കുമ്പോൾ അനാമിക സന്തോഷത്തോടെ പറയുകയാണ്, അച്ഛാ ഇവിടെ പലരും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേണുവിന് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് നന്ദുവിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും മാറി മാറി സംസാരിക്കുകയായിരുന്നു. ചെറുപ്പക്കാരനെ ഒരു കാരണമില്ലാതെ നടു റോട്ടിലിട്ട് തല്ലിച്ചതച്ചു എന്ന പേരിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്ന്. അതിലെ ആ പെൺകുട്ടി തന്നെയാണ് നന്ദുവിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നു. അപ്പോൾ വേണു പറയുകയാണ്, ഇനി നന്ദു പെട്ടെന്നൊന്നും വരത്തില്ല, അവൾ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അവളെ ഇനി നേരെ സ്റ്റേഷനിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നതെന്ന്. ഇനി അവിടെ നിന്ന് ഇറങ്ങിയാലും അവൾക്ക് എന്തായാലും SI സെലക്ഷനൊന്നും പോകാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ജോലി തന്നെ നോക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, മോൾക്കിപ്പോൾ നല്ല സന്തോഷമായില്ലേ എന്ന്. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട, ബാക്കിയുള്ളവർക്ക് സംശയമാവും ഇങ്ങനെ പറയുമ്പോൾ വേണുവിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അനാമിക കോൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം രേവതി വേണുവും കൂടി സംസാരിക്കുകയാണ്. ആരെ വിളിച്ചത്, മോള് തന്നെയാണോ എന്ന് രേവതി വേണുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേണു പറയുകയാണ്, മോള് തന്നെയാണ്, മോള് ഭയങ്കര സന്തോഷത്തിലാണ് എന്ന്. രേവതി ചോദിക്കുകയാണ്, ഇനി അനന്തപുരിയിലുള്ളവരാരെങ്കിലും നന്ദുവിനെ രക്ഷപ്പെടുത്തൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേണു പറയണേ, ഇത് അതുപോലെയുള്ള കേസല്ല, ഇത് പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ വരാൻ പറ്റാത്ത കേസാണെന്ന്. പൊതുനിരത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കാരണമില്ലാതെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാണ് നന്ദുവിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് കുറച്ച് എന്തായാലും ബുദ്ധിമുട്ടും, കേസ് എന്തായാലും കോടതിയിലെത്തുമെന്ന്. ഉടനെ അവൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുള്ളൂ, എന്തായാലും ഇങ്ങനത്തെ കേസായതുകൊണ്ട് ജാമ്യം കിട്ടാനും സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു, അനന്തപുരിക്കാർക്ക് രാഷ്ട്രീയ പ്രവർത്തകരും വലിയ വലിയ മന്ത്രിമാരും ഒക്കെ പിടിപാടല്ലേ, അപ്പോൾ അവരെയൊക്കെ വിളിച്ച് സഹായിച്ചാൽ അവൾ നന്ദു ഊരിപ്പോകത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറിനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരുമായിട്ട് നല്ല പിടിപാടുള്ളവരും ഒരുപാട് പൈസയൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും, പക്ഷേ തെറ്റ് ചെയ്ത ആൾക്കാരെ കൂടെ ഒരിക്കലും മൂർത്തി സാർ നിൽക്കില്ല. അതുകൊണ്ട് ഒരു കാരണമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചതല്ലേ, അതുകൊണ്ട് നന്ദുവിനെതിരായിട്ട് തന്നെ മൂർത്തി സാറ് നിൽക്കുകയുള്ളൂ എന്ന് വേണു പറയുകയാണ്. അങ്ങനെ തന്നെയാണ് കേസ് പോയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ റോഡിലിട്ട് തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടിയും നന്ദുവിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് എന്ന്. ഇന്ന് എന്തായാലും ഊരിപ്പോകാൻ അവൾ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് പറയുകയാണ്. അതിനുശേഷം ഞാനും കോടതിയിലേക്ക് പോയി അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് വേണു.
രേവതി ചോദിക്കണം അത് വേണോ കേട്ടാന്ന്. അപ്പോൾ വേണു പറയുകയാണ് പോണം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവൾ തിരിച്ചറിയണമെന്ന്. എപ്പോഴും അവൾ തന്നെ ജയിച്ചാൽ പോരല്ലേ, ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ജയിക്കേണ്ടേ, അപ്പോൾ ചില കാര്യങ്ങൾ നേരിട്ട് തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ് വേണു. എന്തായാലും കോടതിയിലേക്ക് പോവും അവളെ ഹാജരാക്കുന്ന സമയത്ത് എന്ന് വേണു പറയുകയാണ്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്നും അവളോട് മാത്രം മനസ്സ് തുറന്ന് ചിരിച്ചാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ നമ്മളുടെ മകളും ചിരിക്കട്ടെ ഒന്ന്. പിന്നീട് നന്ദുവും എസ് ഐയും കൂടി സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ എസ് ഐ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അനന്തപുരി തറവാട്ടുകാരുടെ അടുത്ത് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. അവിടുത്തെ പയ്യനും ഫ്രണ്ട്സും കൂടി എന്നെ തല്ലി ചതച്ചിരുന്നു. പക്ഷെ നിന്നെ കൊണ്ടുവന്നത് ആ കാരണത്താലല്ല, ഇത് വേറെ പ്രശ്നത്തിലാണ്. പൊതുനിരത്തിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ ഒരു പയ്യനെ നീ തല്ലിച്ചതച്ചില്ലേ, ഇപ്പോൾ ആ പയ്യൻ ഹോസ്പിറ്റലിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയണേ ആ കാരണത്താലല്ല ഞാൻ അടിച്ചത് എന്ന്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു പയ്യൻ മോശമായി പെരുമാറുന്നത് കണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടതെന്ന്. അങ്ങനെ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുടെ അടുത്ത് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ട്, നിൻ്റെ അടുത്ത് ആരാ ഈ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത്, നീ ഇപ്പോൾ എസ് ഐ ആകുന്ന മുമ്പ് നിയമം കയ്യിലെടുക്കാമെന്ന് തീരുമാനിച്ചു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറി ഇടപെട്ടതെന്ന് ഇങ്ങനെ നന്ദു പറയുമ്പോൾ പോലീസുകാരൻ പറയുകയാണ് പക്ഷേ ആ പെൺകുട്ടി തന്നെയാണ് തനിക്കെതിരായിട്ട് മൊഴി കൊടുത്തിട്ടുള്ളതെന്ന്. അവർ രണ്ടുപേരും ഇവിടെ വന്ന് മൊഴി കൊടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആവാൻ പോയത്. ആ ചെറുപ്പക്കാരനാണ് നല്ല രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നുവെന്ന്. ആ വാരിയല്ലേ ഒടിയുന്ന രീതിയിലല്ലേ നീ തല്ലി ചതച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദു പറയണേ അത് കള്ളത്തനമാണെന്ന്. നന്ദു പറയുന്ന പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. പോലീസുകാരൻ പറയും കേസ് ഇതുപോലെയാണ് പോയിട്ടുള്ളതെന്ന്. പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ നിനക്ക് ജാമ്യം കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നിൻ്റെ എസ് ഐ എന്നുള്ള മോഹമൊക്കെ നീ മാറ്റി വെച്ചേക്കുക എന്നിങ്ങനെ പറയുമ്പോൾ നന്ദുവിന് ആകെ വിഷമാവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും ഇതിൽ നിന്ന് ഓടിപ്പോകാൻ ഭയങ്കര പാട് തന്നെയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. എസ് ഐ ഒക്കെ ആവുകയാണെങ്കിൽ ആണുങ്ങളടുത്ത് വിരോധമുള്ള കൂട്ടത്തിലുള്ള ആളാണല്ലേ നീ, അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ നിൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ തല്ലി ഒതുക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ എസ് ഐ ആവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുകയാണ്. നന്ദുവിന് ആകെ വിഷമമാണ്. അതിനുശേഷം നന്ദുവിനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഒരു വക്കീലാണ് വരുന്നത്. വക്കീലെ കാണിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് വക്കീൽ പറയുകയാണ് നന്ദന എന്നുള്ള പെൺകുട്ടിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന്. എസ് ഐ പറയുകയാണ് അതിന് ജാമ്യം എടുക്കാൻ പറ്റത്തില്ല, അത് ജാമ്യം എടുക്കാൻ പറ്റാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്ന്. FIR ഒക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കോടതിയിൽ വെച്ചേ ഇനി കാണാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. കാരണമില്ലാതെ ചെറുപ്പക്കാരനെ നടു റോട്ടിലിട്ട് തല്ലിയതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും പെൺകുട്ടികൾ ചെറുപ്പക്കാരന്മാർ നടു റോട്ടിലിട്ട് തല്ലുമോ എന്ന് ആ വക്കീൽ ചോദിക്കുകയാണ്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിഞ്ഞൂടെ ഇത് ആ കുട്ടിയെ മനഃപൂർവ്വം ആരോപെടുത്തിയതാണെന്ന് വക്കീൽ പറയുകയാണ്. എസ് ഐ പറയുകയാണ് അതിന് തല്ലിച്ചതച്ചതിനുള്ള സാക്ഷിയുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ പോരാൻ പറ്റത്തില്ല, കോടതിയിൽ വെച്ചേ കാണാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വക്കീൽ പറയണം എന്നാൽ കോടതിയിൽ വെച്ചേ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് അത്രയേ ഉള്ളൂ എന്ന്. എന്നിട്ട് വക്കീൽ പറയുകയാണ് ആ കുട്ടീനെ SI ടെസ്റ്റൊക്കെ പാസ്സായി ഒരു പോലീസ് ആവാനുള്ള ആഗ്രഹത്തോട് ട്രെയിനിങ്ങിന് പോകാമായിരുന്നതാണ്. അപ്പോൾ ആ കുട്ടി ആരോ ചതിച്ചതാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയണം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും സാക്ഷിയുള്ളതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഈ കേസ് പോയിരിക്കുന്നതെന്ന്. കോടതിയിൽ വെച്ച് കാണാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണെന്ന് പറയുകയാണ്. നന്ദുവിൻ്റെ അടുത്ത് എന്തോ വാശിയുള്ളത് പോലെയാണ് SI സംസാരിക്കുന്നതെന്ന് വക്കീലിന് മനസ്സിലാവുന്നേ. വക്കീൽ തന്നെ SIയുടെ അടുത്ത് ചോദിക്കുകയാണ് തനിക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന്. അപ്പോൾ SI പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു വിരോധം ഇല്ല എന്ന്. വക്കീൽ പറയുന്നുണ്ടായിരുന്നു ഭാവിയിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാനൊക്കെ ഉള്ളതായിരിക്കും, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് വക്കീൽ പോലീസിൻ്റെ ഉപദേശിക്കുകയാണ്. SI പറയണ കുട്ടിയെ ജാമ്യത്തിൽ വിടാനൊന്നും പറ്റത്തില്ല എന്നപ്പോൾ വക്കീൽ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്നപ്പോൾ SIയും പറയണ അതിനൊന്നും ഒരു കുഴപ്പമില്ല, പോയി സംസാരിച്ചോളാൻ പറയുകയാണ്. അപ്പോൾ വക്കീലാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ സമയത്ത് ദേവയാനിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ വക്കീൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ദേവയാനിയാണ്. വക്കീലെ കാണുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളെന്ന്. അപ്പോൾ വക്കീൽ ദേവയാനിയുടെ അടുത്ത് പറയണത് അതങ്ങനെയൊന്നും വിടുന്ന കേസല്ല, ഇത് സ്ട്രോങ് ആയ കേസാണ്, ഒരു രാത്രിയും പകലും ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. ഇങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് പോകണം. അതിനുശേഷം നയനിയാണ് കാണിക്കുന്നതിന് സങ്കടത്തോടെ ഇരിക്കുകയാണ്. നയനി ഇരിക്കുന്ന അടുത്തേക്ക് ആദർശ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് നയനി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി നന്ദുവിനെ ജാമ്യത്തിൽ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് ഇല്ല, കേസ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുപോലെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് ഇതാരോ അവളെ ചതിച്ചതാണ് എന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ അനാമിക തന്നെയായിരിക്കും, അവൾക്കാണ് നന്ദു പോലീസ് ആവണയിലൊക്കെ ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നതെന്ന്, അതുകൊണ്ട് അവരാരെങ്കിലും ചതിച്ചതായിരിക്കും എന്നിങ്ങനെ നവ്യ പറയുകയാണ്. എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാനിരുന്നതാണല്ലോ, ഇത് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോട്ടെ എന്ന് നവ്യ നയനയും പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ കൊണ്ടാക്കി തരാം വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നയന പറയണം അത് വേണ്ട, ഞങ്ങൾ മാത്രം പൊയ്ക്കോളാം എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് നിങ്ങൾ പൊയ്ക്കോ, അതിനുശേഷം ഞാൻ വന്ന് തിരിച്ച് കൊണ്ടുവരാം, അതിനുശേഷം നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്ന്.
എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ് ആദർശ് പറയുന്നത്. നവ്യ നയനയും കൂടി വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം ആദർശിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. നന്ദുവിനെ ഇനി ഇറക്കാൻ പറ്റുമോ, കേസ് സ്ട്രോങ് ആവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനാണ് ആദർശിനും. അതിനുശേഷം നയനയും നവ്യയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ്. എത്തിയതിന് ശേഷം നയനയും നവ്യയും കൂടി പറയുകയാണ്, ഇനി നന്ദു എവിടെയെന്ന് ചോദിച്ചാൽ എന്താ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയുക എന്ന്. എന്തായാലും നമുക്ക് കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ്, എന്തായാലും നന്ദു ഇന്ന് വരത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, എന്തായാലും നമുക്ക് പറയണ്ട എന്ന്. വേറെ എന്തെങ്കിലും പറയാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ ഫ്രണ്ടിലേക്ക് വരികയാണ്. നിങ്ങൾ മൂന്നുപേരും കൂടിയല്ലേ പർച്ചേസിന് പോയത്, എന്നിട്ട് മറ്റുള്ള എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ നയനയും നവ്യയും നിൽക്കുകയാണ്. രണ്ടുപേരും നിന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോയതാണ്, ഇനി പെട്ടെന്നൊന്നും അവരെ കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറേ നേരം സംസാരിച്ചൊക്കെ എടുത്ത് സമാധാനത്തിൽ വരാമെന്നാണ് അവൾ പറഞ്ഞതെന്ന്. അപ്പോൾ കനകയും അവിടെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് കനകയും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ മൂന്നുപേരും കൂടിയല്ലേ പർച്ചേസിന് ഇങ്ങനെ പോയത്, എന്നിട്ട് നന്ദു എവിടെയെന്നാണ് കനകയും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് നാളുകളാവുന്നില്ലേ, അപ്പോൾ നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കൂടിയ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങളും എന്ന് അല്ലേ ഗോവിന്ദേട്ട എന്നിങ്ങനെ കനക ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ്. ഗോവിന്ദന് സന്തോഷമാവുകയാണ് അവർ മൂന്നുപേരെയും കണ്ട കാര്യത്തിൽ എന്നിങ്ങനെ പറയുമ്പോൾ. അതിനുശേഷം ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തൊരു വിഷമം എന്ന്. അപ്പോൾ നവ്യ നേനെയും പറയുകയാണ്, ഒന്നുമില്ല എന്നതിന് ശേഷം കനക ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിയോ എന്ന്. ഞാനാണെങ്കിലും പർച്ചേസ് ചെയ്ത കാര്യങ്ങളും ഡ്രസ്സുകൾ എല്ലാവർക്കും എടുത്ത കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് ഡ്രസ്സുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛനൊരു ഷർട്ടൊക്കെ വാങ്ങി എന്ന് പറഞ്ഞ് ഞാൻ അച്ഛന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയണേ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഇപ്പോൾ അവൾ ഭയങ്കര പൈസക്കാരിയാണ് എന്ന്. ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഒരുപാട് പൈസ ആയിട്ടുണ്ടല്ലോ മോളെ എന്ന്. അപ്പോൾ ഞാൻ പറയണേ അതൊന്നും കുഴപ്പമില്ല, എൻ്റെ സാലറി എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പൈസ അങ്ങനെ തൂർത്തടിച്ച് കളയുന്ന ആളൊന്നും അല്ലല്ലോ എന്ന്. അച്ഛൻ അറിയാമെന്നുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഗോവിന്ദൻ പറയുകയാണ്, നന്ദുവിനെ വേഗം ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് നയനയും നവ്യയും കൂടി ഇത് പറയണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.